ഇന്നിവിടെ പറയാൻ പോകുന്നത് ലവ് ഇൻ ദി എഡ്ജ് ഓഫ് ഡിവോഴ്സ് എന്ന ഡ്രാമയുടെ എക്സ്പ്ലനേഷനുമായിട്ടാണ്. കഥയുടെ തുടക്കത്തിൽ നായികയായ നിയാങ്ങിനെയും ഹീറോയായ യൂച്ചിങ്ങിൻ്റെയും റൊമാൻസാണ് കാണിക്കുന്നത്. പിറ്റേന്ന് ഇവൾ കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോൾ ഷോക്കാവുകയാണ്. ഞാനെങ്ങനെ ഇവിടെ എത്തി? തിരിയുമ്പോൾ ഹീറോയും കാണുന്നു. യൂച്ചിങ് ഇവനെങ്ങനെ ഇവിടെ എത്തി എന്ന് ചിന്തിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് 3 വർഷം മുന്നെയാണ്. ഹീറോ ഫു ഗ്രൂപ്പ് കമ്പനിയുടെ സിഇഒ ആണ്. മുൻ സിഇഒ ആയ അവൻ്റെ മുത്തശ്ശൻ നിയാങ്ങിനെ വിളിച്ചു വരുത്തി റിക്വസ്റ്റ് ചെയ്യുകയാണ്. ദൈവത്തോർത്ത് എൻ്റെ കൊച്ചുമകളെ വിവാഹം കഴിക്കി. അവൻ എന്നെ പോലെ നല്ലൊരു പയ്യനാണ്. എൻ്റെ കൊച്ചുമകനെ കെട്ടിയാൽ വെഡ്ഡിങ് ഗിഫ്റ്റായിട്ട് നിന്റെ അച്ഛൻ്റെ കമ്പനിയിൽ ഞാൻ നേരിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറയുന്നു. പക്ഷെ നിയാങ്ങിന് ആ കല്യാണത്തിന് ഒട്ടും ഇഷ്ടമില്ല. ഇക്കാര്യം അവൾ അവളുടെ അച്ഛനോട് പറയുമ്പോൾ ഫു ഫാമിലി നല്ല റിച്ചാണ്. അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു സംബന്ധം കിട്ടുക എന്നതൊരു വലിയ ഭാഗ്യമാണ്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടാം, ഞാനായിട്ട് നിന്നെ ഫോഴ്സ് ചെയ്യിപ്പിക്കില്ല. അവരുടെ കമ്പനിക്ക് ഒരു ഇൻവെസ്റ്റർ പോലുമില്ല. ഫു ഫാമിലിയായിട്ട് ബന്ധം സ്ഥാപിച്ചാൽ അവളുടെ അച്ഛൻ്റെ കമ്പനിയിൽ കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും എന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ അവളുടെ അച്ഛൻ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുകയാണ്. എന്നാൽ അവൾക്ക് നോ പറയാൻ മനസ്സനുവദിക്കുന്നില്ല. വിവാഹത്തിന് സമ്മതിക്കുകയാണ്. അവളുടെ സമ്മതം കിട്ടിയ ഉടനെ യൂച്ചിങ്ങിൻ്റെ മുത്തശ്ശൻ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു. എന്നാൽ ആ രജിസ്റ്റർ മാരേജ് സൈൻ ചെയ്യുന്ന ടൈമിൽ ഹീറോ നിയാങ്ങിനെ കാണാൻ പോലും വന്നിട്ടില്ല. സൈൻ ചെയ്ത് ഹീറോ എബ്രോഡിൽ പോയി. മുത്തശ്ശനായിരിക്കും ആ രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് അവൾക്ക് കൊടുക്കുന്നത്. അവന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ വർക്കുള്ളത് കൊണ്ടാണ് നിന്നെ കാണാതെ പോയത്. പക്ഷേ നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, അവൻ ഉടനെ തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ ഫ്ലാഷ് ബാക്കൊക്കെ ചിന്തിച്ച് നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിഞ്ഞു ഇപ്പോൾ 3 വർഷമായി. എന്നാൽ ഒരു തവണയെങ്കിലും നീ എന്നെ കാണാനോ മിണ്ടാനോ വന്നിട്ടേയില്ല. എന്ന് 3 വർഷത്തിനിപ്പുറേ എങ്ങനെയാണ് നമ്മൾ ഒരേ ബെഡിൽ വന്നത് എന്ന് നിയാങ് ചിന്തിക്കുമ്പോഴാണ് തലേന്ന് രാത്രി നടന്ന സംഭവം ഓർക്കുന്നത്. തലേന്നാണ് ഹീറോ എബ്രോഡിൽ നിന്ന് വന്നത്. സോ ഹീറോ വന്നതിൻ്റെ പ്രമാണിച്ച് ഫു ഫാമിലി വെൽക്കം പാർട്ടി തന്നെ ഒരുക്കിയായിരുന്നു. ആ പാർട്ടിയിൽ ഇവളുടെ സ്റ്റെപ്പ് മദർ വന്നിട്ടുണ്ടായി. അവർ നിയാങ്ങിനെ കണ്ടതും നീ എന്താ ഇവിടെ നിൽക്കുന്നത്? യൂച്ചാങ് വന്നിട്ടുണ്ട്. നമ്മുടെ കമ്പനി ഇപ്പോൾ നഷ്ടത്തിലാണ് പോകുന്നത്. അതുകൊണ്ട് യൂച്ചാങ്ങിനെ ഇംപ്രസ് ചെയ്ത് അച്ഛൻ്റെ കമ്പനിയിൽ കുറച്ച് ക്യാഷൊക്കെ ഇടാനായി പറയുമോ? അവളും അതൊന്നും പറ്റില്ലെന്ന് പറയുമ്പോൾ ഈ വൈൻ പിടിക്കി, അവനും നിനക്ക് കൂടിയാണ്. രണ്ടുപേരും ഡ്രിങ്ക് കുടിക്കാനായിട്ട് പറഞ്ഞു വിടുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചെന്ന് അവൾക്ക് പോലും ഓർമ്മയില്ല. പിന്നീട് ആലോചിക്കുമ്പോഴാണ് അവളുടെ സ്റ്റെപ്പ് മദർ ആ വൈനിൽ എന്തോ കലർത്തിട്ടുണ്ടാകും എന്ന് മനസ്സിലാകുന്നത്. ഇന്നലെ രാത്രി ഒരേ റൂമിൽ പെട്ടത് 3 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. ആദ്യമായി കാണുമ്പോൾ എന്തായിരിക്കും എന്നെക്കുറിച്ച് ചിന്തിക്കുക എന്നൊക്കെ ഓർത്ത് ഹീറോ എഴുന്നേൽക്കുന്നതിന് മുന്നേ അവൾ പോകാനായി ഒരുങ്ങുമ്പോൾ അപ്പോഴേക്കും ഹീറോ കണ്ണു തുറന്ന് ഭാര്യയാണെന്ന് പോലും അറിയാതെ എത്രയായി എന്ന് ചോദിക്കുന്നു. എനിക്ക് ക്യാഷൊന്നും വേണ്ട, ഞാൻ പോകേണ്. നിന്നെ പോലെയുള്ള ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹീറോയുടെ കാറ് കൊടുക്കുന്നു. നീയും അത്ര നല്ലവനൊന്നുമല്ല, നിന്റെ നയ ക്യാഷ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് നീ അങ്ങ് കാർഡ് എടുത്ത് അവന് തിരിച്ചു നൽകിയിട്ട് പോകുന്നു. അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ട് ഹീറോ ഇവൾക്കെന്ത് അഹങ്കാരമാണ്, ഇത്രയും ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് പോകുന്നത് കണ്ടില്ലേ എന്ന് മനസ്സിൽ പറയുന്നു. ശേഷം നിയാങ് അവളുടെ കമ്പനിയിൽ പോകുമ്പോൾ അവളുടെ സ്റ്റെപ്പ് മദറിനെ കാണുകയാണ്. കണ്ടപാടെ ഹീറോ ക്യാഷ് തരാനെങ്ങാനും സമ്മതിച്ചോ? ഇന്നലെ രാത്രി എന്താണ് നടന്നത്? ഇന്നലെ തന്നെ നിന്റെ ഭർത്താവ് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞ് നോട്ടീസ് അയച്ചിരുന്നല്ലോ. ഇതിനെക്കുറിച്ച് വല്ലതും ചോദിച്ചോ? നോക്ക്, അയാൾക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ എന്തിനാണ്? എനിക്ക് ആ പുള്ളിയെ തീരെ പിടിച്ചിട്ടില്ല. ഞാനും ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറാണ്. പിന്നെ കമ്പനി നിങ്ങളിലെ നടത്തിപ്പ് കൊണ്ടുപോയത്, അപ്പോൾ കമ്പനി നഷ്ടമായതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഇനി ഇതിൻ്റെ പേരിൽ എന്നെ വലിച്ചിടരുത് എന്ന് പറഞ്ഞ് അവൾ സ്റ്റെപ്പ് മദറിനെ ചീത്ത പറഞ്ഞു പോവുകയാണ്. നിയാങ്ങിന് ഒരു അനിയത്തിയുണ്ട്, അതും സ്റ്റെപ്പ് സിസ്റ്റർ. അവള് അവളുടെ അമ്മയെ പോലെയല്ല, നിയാങ്ങിനോട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. നിയാങ് നേരെ ഹീറോയുടെ അമ്മയെ കാണുകയാണ്. അവർ കരുതിയിരിക്കുന്നത് ക്യാഷിന് വേണ്ടിയാണ് ഹീറോയെ ഇവൾ വിവാഹം ചെയ്തത്. കല്യാണത്തിൻ്റെ പേരിൽ അവളുടെ സ്റ്റെപ്പ് മദർ ഹീറോയിൽ നിന്ന് കുറേ ക്യാഷ് ചോദിച്ചിട്ടുണ്ട്. സോ മകൻ്റെ ജീവിതം ഇവൾ കാരണം മോശമാകാതിരിക്കാനായിട്ട് ഹീറോ ഡിവോഴ്സ് ചെയ്യാനായി പറയുന്നു. ഇവളും അതിന് സമ്മതിക്കുകയാണ്. മറുവശത്ത് യൂച്ച് എങ്ങനെയാണ് കാണിക്കുന്നത്?
കൂടെ അവരുടെ അസിസ്റ്റന്റ് കാർഡും. അപ്പോൾ അസിസ്റ്റന്റ് ഹീറോയോട് ചോദിക്കുന്നുണ്ട്, സാർ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞില്ലേ, ചേച്ചിയെ കണ്ടതേയില്ലല്ലോ, ഒരു തവണയെങ്കിലും പോയി കണ്ട് സംസാരിക്കേ, ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായേക്കാം. ഹീറോ അവളെക്കുറിച്ച് നല്ലോണം അന്വേഷിച്ചിട്ടുണ്ട്. ഹീറോ പണക്കാരൻ ആയതുകൊണ്ടാണ് വിവാഹത്തിന് സമ്മതിച്ചു തന്നെ. അങ്ങനെയുള്ള പെൺകുട്ടികളെ ഇഷ്ടമല്ല. സോ ഡിവോഴ്സ് ചെയ്യാൻ തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഹീറോ ഡിവോഴ്സ് ചെയ്യാനായി നേരെ വീട്ടിലേക്ക് പോയി. ഹീറോ വന്നത് അറിഞ്ഞ ഇവൾ ഞാനാണ് വൈഫ് എന്ന് അറിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഹീറോ ആയിരിക്കില്ല വരിക, ഹീറോയുടെ അസിസ്റ്റൻ്റ് ആയിരിക്കും. വേഗം അവൾ അവിടെ നിന്ന് അവളുടെ സ്വന്തം കമ്പനിയിലേക്ക് വരുന്നു. ആക്ച്വലി നിയാങ് ഒരു ഡിസൈനറാണ്. അവളുടെ ഈ കമ്പനി നല്ല ലോസിലുമാണ് പോകുന്നത്. കമ്പനി ഉയർത്താനായിട്ട് അവളുടെ പാർട്ട്ണർ അവളുടെ പേരിലുള്ള സ്റ്റുഡിയോ പാർട്ട്ണർ ലോണിനായി വെച്ചു. പക്ഷേ ഇപ്പോൾ ആ സ്റ്റുഡിയോയും കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. അപ്പോൾ പാർട്ട്ണർ ഒരു ഐഡിയ കൊടുക്കുന്നുണ്ട്. ഫു ഗ്രൂപ്പ് കമ്പനിയിലെ സിഇഒ ആയ യൂച്ചിങ് പുള്ളി ഒരു ആഡംബര വില്ല വാങ്ങാനായി ഒരു വലിയ തുക ചെലവഴിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ് പുള്ളിയുടെ ആദ്യ കാമുകിയുമായിട്ടുള്ള വിവാഹം നടക്കുക. ആ മാരേജ് ഹാള് ഡിസൈൻ ചെയ്യാനായിട്ട് പുതിയ ഡിസൈനർ തേടുകയാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് വാങ്ങിത്തരാം. എങ്ങനെയെങ്കിലും സംസാരിച്ച് കാല് പിടിച്ചെങ്കിലും ആ കോൺട്രാക്റ്റ് നമുക്ക് വേണം. അതെങ്ങാനും സക്സസ് ആയാൽ നമ്മുടെ സ്റ്റുഡിയോ ഇപ്പോഴുള്ള കടം എല്ലാം വീട്ടാമെന്ന് പാർട്ട്ണർ ഒരു ഐഡിയ കൊടുക്കുന്നു. ഹീറോയുടെ പേര് കേട്ടതും ഇല്ല ഇതൊന്നും നടക്കില്ല, ഞാൻ പോവില്ല, നിനക്ക് പോയാൽ പോരെന്ന് നിയാങ് പറയുമ്പോൾ, നീയല്ലേ സീനിയർ, ഇന്ന് രാത്രി യൂച്ചിങ്ങിനെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചു തരാം, പുള്ളി മീറ്റ് ചെയ്ത് സെറ്റാക്ക്, വേറെ വഴിയില്ലാത്തോണ്ടാണെന്ന് പറഞ്ഞ് കൈകൊപ്പി പറയുമ്പോൾ അവളും അതിന് സമ്മതിക്കുകയാണ്. അന്ന് രാത്രി ഹീറോ പോകുന്നത് ക്ലബിലാണ്. നിയാങ് ചെല്ലുമ്പോൾ ഹീറോ അവളെ കണ്ട് തെറ്റായി ചിന്തിച്ച്, നീ ഇവിടെയും വീണ്ടും വന്നോ, എനിക്കിപ്പോൾ സമയമില്ല, മൂടുമില്ല, വേഗം പൊക്കെന്ന് പറയുന്നു. സാർ അങ്ങനൊന്നും പറയലേ, എനിക്ക് കുറച്ച് സമയം തന്നാൽ എൻ്റെ കഴിവ് കാണിക്കാം എന്ന് നിയാങ് പറയുമ്പോൾ ഹീറോ അത് വേറെ അർത്ഥത്തിലായിരിക്കും പറയുന്നത് ചിന്തിക്കുന്നു. ആക്ച്വലി അവൾ ഡിസൈനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. അതല്ലേ പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് ഒരു മൂടുമില്ല. ഇവളും വിടാതെ ഹീറോയെ പിന്തുടർന്നു. എനിക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസും ഒരുപാട് ക്ലയൻ്റ് ഉണ്ട്. അപ്പോൾ ഹീറോ എന്തോരം പറയണം പോകാനായി, എൻ്റെ മൂഡ് ശരിയല്ല എന്ന് പറഞ്ഞ് അവളെ ഓടിക്കുന്നു. അവളാണെങ്കിൽ ഹീറോയെ കാണിക്കാനായി കുറേ ഡിസൈൻ വർക്ക് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായി. പക്ഷേ അതുപോലും അവൻ കണ്ടില്ല. അതോർത്ത് ഒരുപാട് ഫീലായിട്ട് നിൽക്കുമ്പോൾ അപ്പോഴേക്കും മിസ്സലി എന്നൊരു വ്യക്തി അവളെ വിളിച്ച്, നാളെ ഒരു ഡിസൈൻ ഇൻഡസ്ട്രി നെറ്റ്വർക്കിംഗ് റിസപ്ഷൻ ഉണ്ട്, അതും ഫു ഗ്രൂപ്പിൻ്റെ, അവിടെ വെച്ച് ഹീറോയിനോട് കണ്ട് സംസാരിക്കാം. അങ്ങനെ പിറ്റേ ദിവസം ആ പാർട്ടിയിലെത്തുമ്പോൾ അവിടെ വെച്ച് അവിടെ ക്ലയൻറ്റിനെ കാണുന്നു. അയാളാണെങ്കിൽ ഒരുപാട് കുടിച്ചിട്ടായിരിക്കും നിൽക്കുക. ഞാൻ വേണമെങ്കിൽ സാറിനെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് ലിഫ്റ്റിൽ കയറുമ്പോൾ അതേ ലിഫ്റ്റിലായിരിക്കും ഹീറോയും ഉണ്ടാകാം. കുടിച്ചു നിൽക്കുന്ന അയാൾക്കൊപ്പം നിയാങ്ങിനെ കണ്ടതും ഇതും നിന്റെ ക്ലയൻ്റ് ആണോ എന്ന് വേറെ അർത്ഥത്തിലായിരിക്കും ചോദിക്കുന്നത്. ഇവളും അതെ, ഇയാളും എൻ്റെ ക്ലയൻ്റ് ആണ്. അപ്പോൾ അയാൾ നിയാങ്ങിനെ പുകഴ്ത്തി സംസാരിക്കുന്നു. ഇവളുണ്ടല്ലോ ഒരു നല്ല കുട്ടിയാണ്, പറഞ്ഞതുപോലെ വർക്ക് ചെയ്തു തരും എന്ന് കേൾക്കുമ്പോൾ അശ്ശേ ഇവൾ ഇത്രക്കാരിയാണോ, നാണക്കേട് എന്ന് ഒരുമാതിരി സംസാരിച്ചിട്ട് പോകുന്നു. ഒരു 5 മിനിറ്റ് ടൈം താ, ഞാൻ എൻ്റെ കഴിവ് കാണിക്കാം എന്ന് പറയുമ്പോൾ ഹീറോ അവളെ ചീത്ത പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നു. ഈ കോൺട്രാക്റ്റ് ഹീറോയിൽ നിന്ന് എങ്ങനെയെങ്കിലും മേടിക്കണമെന്ന് കരുതി അവൾ അവളുടെ ഡിസൈൻസ് എല്ലാം ഹീറോയുടെ കാറിൽ മേൽ വെക്കാൻ തീരുമാനിക്കുന്നു. എപ്പോഴാണെങ്കിലും കണ്ടാൽ ഇഷ്ടമായാലോ എന്ന് കരുതി കാറിന് മേൽ വെച്ചിട്ട് പോകുന്നു. അതിനുശേഷം ഹീറോ വന്നതും ആ ഡിസൈൻസ് എല്ലാം കാണുന്നു. അവനും ആ വർക്കെല്ലാം ഇഷ്ടമായി. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കായതുകൊണ്ട് ഇത് ആരുടേതാണ്, ആരാണ് ചെയ്തെന്ന് കണ്ടെത്തി അവരുടെ കോണ്ടാക്റ്റ് എല്ലാ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായിട്ട് അസിസ്റ്റന്റ് പറയുന്നു. ശേഷം ഇവൾ വീട്ടിലെത്തുമ്പോൾ അച്ഛനും അമ്മയും കമ്പനി ഇഷ്യൂ കാര്യം പറഞ്ഞ് വഴക്കിടുകയാണ്. അവൾ ഡിവോഴ്സ് ചെയ്താൽ പിന്നെ നമ്മുടെ കമ്പനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല, കമ്പനി തകരേയുള്ളൂ. എന്നെയും എൻ്റെ മകളെയും കുറിച്ച് ഓർത്തിട്ടുണ്ടോ, അവൾ ഡിവോഴ്സ് ചെയ്യരുത്, ഞാൻ വേണമെങ്കിൽ അവളോട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ അവളുടെ അച്ഛൻ അമ്മയെ തടഞ്ഞ്, അതൊന്നും വേണ്ട, അത് അവളുടെ ജീവിതമാണ്, അവളായിട്ട് തന്നെ തീരുമാനിക്കട്ടെ, ഇനി അവൾ ഈ കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ട കാര്യമില്ല. ഇതെല്ലാം നീ അങ്ങ് കേൾക്കുന്നുണ്ടായി അവൾക്കും ഒരുപാട് ഫീൽ ആവുകയാണ്. ശേഷം ഹീറോ പോകും വഴിയിൽ അസിസ്റ്റന്റിനോട് ഡിവോഴ്സ് കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ സാറിന്റെ ഭാര്യ നേരത്തെ ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്തിരുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
സാറിൻ്റെ ഭാര്യയുടെ സ്റ്റെപ്പ് മദർ ഡിവോഴ്സിന് സമ്മതിക്കുന്നില്ല. അവരുടെ കമ്പനിക്ക് പണം കൊടുത്ത് ഹെൽപ്പ് ചോദിക്കുകയാണ്. അവളുടെ കുടുംബം പണത്തിന് വേണ്ടി തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നെന്ന് പറഞ്ഞ് ഹീറോ അവളുടെ അച്ഛൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, പക്ഷേ ഡിവോഴ്സ് എനിക്ക് കിട്ടിയേ തീരൂ. ഇവർ പോകുമ്പോൾ ഹീറോയുടെ ഫ്രണ്ടായ ചൂയിയുടെ ചേട്ടൻ ഹീറോയെ കാണണമെന്ന് പറയുകയാണ്. അതും ഹീറോ ഇപ്പോൾ വിവാഹത്തിന് ഹാള് ബുക്ക് ചെയ്തില്ലേ, ആ ഹാള് ഡിസൈൻ ചെയ്യാനായിട്ടാണ് ചൂയുടെ ചേട്ടൻ ഹീറോയെ വിളിച്ചത്. ഹീറോയെ വിളിച്ചു വരുത്തി അയാളുടെ കമ്പനിയിലെ ഡിസൈൻസ് എല്ലാം കാണിക്കുമ്പോൾ കറക്റ്റ് ടൈമിലായിരിക്കും നിയാങ്ങും അവിടെ എത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് തുടർന്ന് എപ്പിസോഡ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.